ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഒരിക്കലും വിക്രമിൻ്റെ കൂടെ അല്ലാതെ ജീവിക്കില്ല, ജീവിതാവസാനം വരെ വിക്രമിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് ഒറ്റ കാലിൽ നിന്ന് നമ്മുടെ വേദ വിക്രമിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങിയാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേരുടെ കൃഷിഭൂമിയാണെങ്കിൽ തട്ടിയെടുത്തിട്ട് അവിടെ വലിയ ഫാക്ടറികളെല്ലാം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അതിന് വിധി പറയാനിരിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനാണ്. വിധി പറയാൻ പോകുന്ന ദിവസം അവർക്ക് എതിരാവുമെന്ന് കരുതി വേദയുടെ അച്ഛനെ ഗുണ്ടകളെല്ലാം ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. അച്ഛനെ കാണാനില്ല എന്ന വിവരം വീട്ടിൽ നിന്ന് മുത്തശ്ശി വേദയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടി വേദയ്ക്ക് വലിയ സങ്കടമാവുകയാണ്. അച്ഛൻ എന്താ പറ്റിയതെന്നറിയാതെ ആകെ കൂടെ വിഷമിച്ചിരിക്കുന്ന വേദയാണ് പിന്നീട് കാണിക്കുന്നത്. ഇതേ സമയത്ത് വിക്രമിന്റെ അടുത്തോട്ട് വേദ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. വേദയെ കാണുന്നതും ദേഷ്യത്തോടു കൂടി വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നത്? നീയല്ലേ പറഞ്ഞത് ഇതൊരു തൊഴുത്താണെന്ന്, പിന്നെ എന്തിനാടി നീ എൻ്റെ റൂമിലോട്ട് കയറി വന്നത്? അതെ, എനിക്കൊരു സഹായം വേണമായിരുന്നു. സഹായമോ? നിനക്കോ? എൻ്റെ സഹായമോ? നീ തന്നെയാണോ ഈ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വിക്രം ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ വേദയെ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ, എൻ്റെ അച്ഛനെ കാണാനില്ല. വീട്ടിലാണെങ്കിൽ അച്ഛനെ കാണാത്തത് കൊണ്ട് എല്ലാവരും വലിയ സങ്കടത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവരണം. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ വേദ. വേദ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ വലിയ ജഡ്ജല്ലേ, അത് കാണാനില്ലെങ്കിൽ നീ പോയി പോലീസ് സ്റ്റേഷനിൽ പറ. അവരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ടല്ലേ പോലീസുകാരുള്ളത്. നീ എന്തിനാടി ഗുണ്ടയായ എന്നോട് വന്ന് പറയുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ വിക്രം, എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അതിനെ വിക്രമിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. വിക്രമിനാവുമ്പം ആരൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ വിക്രമിന് നന്നായിട്ട് അറിയാമല്ലോ. എൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിക്കണം പ്ലീസ് വിക്രം എന്നിങ്ങനെ വേദ ഇങ്ങനെ വിക്രമിൻ്റെ കാല് പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം പറയുന്നുണ്ട്, അതെ, ഈ വിക്രം എന്തിനെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചിട്ടേ വരും എന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നിന്റെ കാര്യം ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ വിക്രം വിജയിച്ചിട്ടേ ഉള്ളൂ. എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെന്നിങ്ങനെ വേദ പറയുന്ന സമയത്ത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വിക്രം എന്നിങ്ങനെ കാല് പിടിച്ച് വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്തു പറഞ്ഞാലും അനുസരിക്കുമോ? അനുസരിക്കാം വിക്രം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും ഞാൻ അംഗീകരിക്കാം. എൻ്റെ അച്ഛനെ ഒന്ന് രക്ഷിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി. എനിക്കെൻ്റെ മുത്തശ്ശിയുടെയും അമ്മയുടെയും കണ്ണീര് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് കേൾക്കുന്നതും വിക്രം പറയുന്നുണ്ട് കേട്ടോ. ശരി, ഞാൻ നിന്റെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവരാം. എന്നാലേ അച്ഛനെ രക്ഷിച്ച ആ നിമിഷം തന്നെ നീ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രം പോരാ, ഈ താലി ഊരി വെച്ച് എനിക്ക് എഗ്രിമെൻ്റ് പേപ്പറിൽ ഒപ്പിട്ട് തന്നിട്ട് വേണം ഇറങ്ങാൻ. നീയും ഞാനും തമ്മിലോ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. സമ്മതമാണോ ഇതെന്ന് കേൾക്കുന്നതും വേദയുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ. വേദ ഈ സമയം അച്ഛനെ ഓർത്തിട്ടാണെങ്കിൽ വേദയ്ക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. അച്ഛൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നൊക്കെ ഓർത്തിട്ട് മുത്തശ്ശിയൊക്കെ ഭയങ്കര കരച്ചിലാണല്ലോ. ഇതോർത്തിട്ട് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സൈഡിൽ അച്ഛൻ, മറു സൈഡിൽ തൻ്റെ താലി എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ വേദ ഇങ്ങനെ കുറച്ചു നേരം സ്റ്റക്കായി നിൽക്കുകയാണ്. അങ്ങനെ വേദ ഇങ്ങനെ മനസ്സോടുകൂടി പറയുന്നുണ്ട്, ശരി വിക്രമിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങിക്കോളാം. പക്ഷേ വിക്രം ഈ പറയുന്നത് പോലെ വിക്രം എൻ്റെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവന്ന മാത്രം മതി. ഒരുപക്ഷെ ഞാൻ ഒരു ആഗ്രഹമില്ലാതെ ഞാൻ കണ്ണീരോടുകൂടി ആയിരിക്കാം ഈ വീട്ടിൽ നിന്നിറങ്ങുന്നത്. എങ്കിലും എൻ്റെ അച്ഛൻ്റെ ജീവനാണ് ഇപ്പോൾ എല്ലാത്തിനേക്കാളും എനിക്ക് വലുതെന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ, ഇത് മാത്രം കേട്ടാൽ മതി എനിക്ക്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. വല്ലാത്ത സങ്കടത്തിലാണ് വേദ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് അച്ഛൻ, മറുഭാഗത്ത് കഴുത്തിലെ താലിയും ഇതും എല്ലാം ഉപയോഗിച്ച് വീട് വിട്ട് ഇറങ്ങണം എന്നുള്ള സങ്കടം ആകെ കൂടെ വിഷമിച്ചിങ്ങനെ വേദ നിൽക്കുകയാണ് കേട്ടോ. അന്നത്തെ ദിവസം ഒരു ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട്. രാത്രി ഇരുന്നിട്ട് വേദയ്ക്ക് ഉറക്കം വരുന്നില്ല. വേദ ഇങ്ങനെ ഉറങ്ങാതെയാണ് ആ രാത്രി വെളുപ്പിക്കുന്നത്. നേരം വെളുക്കുന്നതോടുകൂടി വേദ വേഗം പോകുന്നത് വിക്രമിൻ്റെ റൂമിലോട്ടായിരിക്കും. വിക്രം റൂമിലുണ്ടെന്ന് നോക്കാനായിട്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ വിക്രമിനെ കാണുന്നില്ല. പുറത്തെല്ലാം വന്ന് നോക്കുന്നുണ്ട്. ശ്രീജി അപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ നീ നോക്കുന്നത്?
അല്ല വിക്രമിനെ കണ്ടോ ഏട്ടത്തിന്ന് ഇങ്ങനെ ചോദിക്കാട്ടോ. ഞാൻ കണ്ടില്ലല്ലോ, നീ എഴുന്നേൽക്കുന്നതിന് കുറച്ചു മുൻപേ പോയി കാണും, എന്തോ ആവശ്യമുണ്ടെന്നിങ്ങനെ അമ്മയോട് പറയുന്ന കേട്ടു എന്നിങ്ങനെ പറയാണ് കേട്ടോ. ശ്രീജ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേദ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇല്ല ചേച്ചി എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നാലും ശ്രീജ പറയുന്നുണ്ട്, മോളുടെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നല്ലോ, എന്താ മോളെ, എന്താ പറ്റിയെന്ന് പറയുന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നാ എൻ്റെ അടുത്ത് തുറന്നു പറയേ ചേച്ചി. ഒന്നുമില്ല ചേച്ചി എന്നിങ്ങനെ പറയാണ് കേട്ടോ. നീ ചായ ഉണ്ടാക്കുവാണോ? ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കണം, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞിട്ട് വേദയെ മാറ്റിയിട്ട് ശ്രീജ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് വിക്രം വേദയുടെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ചെല്ലുകയാണ്. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തല്ലി ചതച്ച് അവരെയൊക്കെ മാറ്റി വേദയുടെ അച്ഛനെ രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ സ്വന്തം മരുമകൻ അമ്മായി അച്ഛനെ രക്ഷിച്ച സന്തോഷമൊന്നും വേദയുടെ അച്ഛൻ്റെ മുഖത്തുണ്ടായിരിക്കില്ല. അങ്ങനെ നേരെ അച്ഛൻ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. എല്ലാവരും അച്ഛനെ കാണാതെ വലിയ സങ്കടത്തിലായിരിക്കും കയറി വരുന്നതും. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയ, ആരാ രക്ഷിച്ചേ, എന്തൊക്കെയാ നടന്നത്, എന്തൊക്കെയാ ഇങ്ങനെ ആകെക്കൂടി എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ട, എനിക്കിപ്പോൾ കോടതിയിലോട്ട് പോകണം, എനിക്ക് ഒരു വിധി പറയണം, ന്യായത്തിൻ്റെ കൂടെ അല്ലാതെ ഞാൻ നിൽക്കില്ല. എൻ്റെ മകളുടെ വിശ്വാസം പോലെ തന്നെ എൻ്റെ മകളുടെ റോൾ മോഡലായിട്ട് തന്നെ ഞാൻ എന്ന് നിലകൊള്ളും. ന്യായത്തിൻ്റെ കൂടെ തന്നെ ഈ ജസ്റ്റിസ് ശങ്കരനാരായണൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വേദയുടെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി കോടതിയിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വേദയിലെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും യാതൊരു ആപത്തും കൂടാതെ തിരിച്ചെത്തിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ വേദയെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ എന്തായാലും അച്ഛന് യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയാണ് കേട്ടോ. ആണോ മുത്തശ്ശി, അച്ഛൻ തിരിച്ചെത്തിയോ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ല മോളെ, അച്ഛൻ ഇന്ന് കോടതിയിലേക്ക് അത്യാവശ്യമായിട്ട് പോകണം, അതിനുവേണ്ടി പോകാൻ തയ്യാറാകുകയാണ്. ശരി മുത്തശ്ശി, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ അച്ഛന് ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്നുണ്ടെങ്കിലും എനിക്കിതൊന്നും കഴിക്കാൻ സമയമില്ല, ഒരു ഗ്ലാസ് പാല് മാത്രം തന്നേരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പത്മത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് മേടിച്ച് കുടിച്ചിട്ട് ശങ്കരനാരായണൻ ധൃതിയിൽ തന്നെ കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ സമയം കോടതിയിൽ കേസിന് വിധി വരികയാണ്. കൃഷിസ്ഥലം അവർക്ക് തന്നെ തിരികെ കൊടുക്കുകയാണ്. ഫാക്ടറിക്കെതിരായ വിധി പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് വേദ സ്വന്തം ജീവിതം വെച്ചാണ് അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചത്. വിക്രം അച്ഛനെ രക്ഷിച്ചതോടുകൂടി വേഗം തന്നെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. അമ്മേ, അച്ഛാ, എല്ലാവരും വാ, ഇന്നിവിടെ ഒരു സംഭവം നടക്കാൻ പോവാ. വേദയില്ലേ, വേദേ, നിന്റെ അച്ഛനെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ നീ സമ്മതിക്കും, ഇനി നീ വാക്കു പാലിക്കാതിരിക്കരുത്, എനിക്ക് തന്ന വാക്ക് നീയും പാലിക്ക്, ഇപ്പൊ തന്നെ എല്ലാം എടുത്ത് എന്നേക്കുമായിട്ട് ഈ വീടിന്റെ പടി ഇറങ്ങിയിരിക്കണം എന്നിങ്ങനെ വേദയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. വേദ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് നിന്റെ നന്ദിയും താങ്ക്സ് ഒന്നും വേണ്ട, എനിക്ക് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഇത് കേട്ടിട്ട് ശ്രീജ ആകെ സങ്കടത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എന്തൊക്കെയാ നീ പറയുന്നത്, അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്? ഏട്ടത്തി, ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവള് സ്വയം ഇഷ്ടത്തിന് തന്നെയാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ആണോ വേദ, ഇവൻ പറയുന്നത് ശരിയാണോ എന്നിങ്ങനെ ശ്രീജ ചോദിക്കുന്ന സമയത്ത് ഏട്ടത്തി, ഞാൻ ഇറങ്ങുക, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ ഇതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ. എന്നാൽ വേഗം എല്ലാം എടുത്തുകൊണ്ടുപോയി ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അതിനു മുൻപേ നീ എനിക്ക് വാക്ക് തന്ന പോലെ നിന്റെ താലി ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോയാൽ മതിയെന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയും അച്ഛനും ഒക്കെ ഞെട്ടുന്നുണ്ട്. എന്തൊക്കെയായി പറയുന്നതെന്ന് കമലാമ്മ ചോദിക്കുകയാണ് കേട്ടോ. മോളെ, നിന്റെ ഇഷ്ടമില്ലാതെയാണോ ഇവിടെ നിന്ന് പോകാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷും പറയുന്നുണ്ട്, ഒരു പെണ്ണിനെയും ഈ വീട്ടിൽ നിന്ന് കണ്ണീരോടുകൂടി ഇഷ്ടമില്ലാതെ വലിച്ചിറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ മാഷു പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ആര് പറഞ്ഞു, ഇവളുടെ സ്വയം ഇഷ്ടപ്രകാരം തന്നെയാണ് ഇവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്നിങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അല്ലച്ചാ, ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിനാണ് ഇന്ന് ഈ വീട് വിട്ട് ഇറങ്ങുന്നത്, അല്ലാതെ വിക്രം നിർബന്ധിച്ചിട്ടൊന്നും അല്ലെന്ന് ഇങ്ങനെ വിക്രമിൻ്റെ മുഖത്ത് നോക്കി പറയാണ് കേട്ടോ. എന്നാൽ വിക്രമിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നേയില്ല. എന്നാലും വിക്രം പറയാണ്, അതെ,
നീ പെട്ടെന്ന് പോകാനായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് വാ, ഞാൻ തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം എന്നിങ്ങനെ പറയുന്ന സമയത്ത് ശ്രീജ പറയുന്നുണ്ട്, മോളെ അവൻ ചുമ്മാ തമാശയ്ക്കൊക്കെ പറയുന്നതാണ്, മോൾ എന്തായാലും ഈ വീട് വിട്ട് പോവല്ലേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. കമലാമ്മയുടെ മുഖത്ത് ഒരുപാട് വിഷമമുണ്ടെങ്കിലും മാഷ് എന്തെങ്കിലും പറയുമെന്ന് കരുതി കമലാമ്മ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദയുടെ ബാഗും ഡ്രസ്സും ഒക്കെ എടുക്കാനായിട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയം കമലാമ്മയാണെങ്കിൽ വിക്രമിനോട് പറയുന്നുണ്ട്, മോനെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്, അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ അമ്മേ, ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ ഇന്ന് തന്നെ ഒരു പരിഹാരം തേടാൻ പോവാണ്, അത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ വിക്രം പറയുന്ന സമയത്ത് കമലാമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വിക്രമിന്റെ മുഖത്ത് നോക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മാഷ് ഒരുപാട് ചങ്ക് തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. മാഷിനറിയാം വേദ വന്ന പിന്നെ ഈ വീടൊരു സ്വർഗമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. എല്ലാവരെക്കായാലും നന്നായിട്ട് മാഷ് തന്നെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വന് ജോലി വാങ്ങിക്കൊടുത്തു, വിക്രമിൻ്റെ അടിപിടിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. കമലാമ്മയുടെ സന്തോഷത്തിന് മുന്നിലെ കാരണമൊക്കെ വേദയാണെന്ന് നമ്മുടെ മാഷിന് നന്നായിട്ട് അറിയാം. വേദ ഇറങ്ങുന്നത് മാഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ നിൽക്കുന്ന മാഷിൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് വേദ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോവാണ്, എനിക്ക് അച്ഛൻ എന്നും എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരും അച്ഛൻ്റെ അടുത്തോട്ട്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞിട്ട് കാലിൽ വീഴുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോൾ മാഷിങ്ങനെ മാറിയിട്ട് പറയുന്നുണ്ട്, മോളിക്ക് എടുത്ത തീരുമാനം ഒരിക്കലും പാഴാവില്ല, നിനക്ക് എന്നും നല്ലതേ വരൂ, ഈ വീട്ടിൽ കിടന്ന് നരകിക്കേണ്ട ഒരാളല്ല മോളെന്ന് പറഞ്ഞിട്ട് മാഷിങ്ങനെ പുറകോട്ടി മാറി തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദ എല്ലാവരോടുമായിട്ട് ഓരോരുത്തരായിട്ട് യാത്ര പറയുന്നുണ്ട് കേട്ടോ. വിശ്വത്തിൻ്റെയൊക്കെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. ശ്രീജ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ്. മോളെ ഇവിടെ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീജയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കമലാമ്മയാണെങ്കിൽ ഇത് നോക്കാൻ കൂടി സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം വിക്രം പറയുന്നുണ്ട്, അതെ പോകാൻ വരട്ടെ, ഒരു കാര്യം കൂടി ബാക്കിയുണ്ടല്ലോ, നീയേ നിന്റെ കഴുത്തിലെ ആ താലി ഇങ്ങനെ പൊട്ടിച്ച് തന്നേരെന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെയും ഇങ്ങനെ കണ്ണിങ്ങനെ അത്ഭുതപ്പെട്ട എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. ഇവൻ എന്തൊക്കെയായി പറയുന്നതെന്ന് കരുതിയിട്ട് കമലാമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ സമയം വേദ ഇങ്ങനെ താലി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതെ നിനക്ക് പൊട്ടിക്കാൻ വിഷമമാണെങ്കിൽ ഞാൻ തന്നെ അങ്ങ് പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ വന്നിട്ട് വേദയുടെ താലി പിടിച്ച് പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട്, നിർത്ത്, ഈ വീട്ടിൽ വെച്ച് ബലപ്രയോഗം ഒന്നും നടത്താൻ ആരും നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്ന സമയത്ത് കമലാമ്മയും പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, ഒരു ക്ഷേത്ര നടയിൽ വെച്ച് കെട്ടിയ താലി വലിച്ചു പൊട്ടിച്ച് കളയാൻ നിനക്ക് അത്രയ്ക്ക് നിസ്സാരമാണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അമ്മ ഇത് കാര്യം അറിയാതെയാണ് പറയുന്നത്, ഇവൾ എന്നോട് പറഞ്ഞത് ഈ താലി ഉപേക്ഷിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണെന്നാണ് പറഞ്ഞത്, അപ്പോൾ പിന്നെ ഞാനുമായിട്ടില്ലാത്ത ബന്ധം ഈ താലിയുടെ പേരും പറഞ്ഞ് ഇനിയിപ്പോൾ നിലനിർത്തേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ അത് വലിച്ചു പൊട്ടിച്ച് ദൈവദോഷം പിടിച്ചു പറ്റണ്ട, മോൾക്ക് താല്പര്യമില്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും മോള് തന്നെ അഴിച്ചു മാറ്റിക്കോളും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എന്തായാലും ഈ താലി എൻ്റെ കഴുത്തിൽ കിടന്നോട്ടെ, ഞാൻ ഒരിക്കലും വിക്രമിനെ ശല്യം ചെയ്യാൻ വരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കണ്ണീരോടുകൂടി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം തന്നെ വേദയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. പിന്നീടായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് വേദ ഇങ്ങനെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയാണ് കേട്ടോ.